വന്നപ്പോൾ പറഞ്ഞിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കാൻ. അതന്ന് ശ്രീധുവിന് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ ശ്രീധുവിന് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അർജുൻ ശ്രീധു കോംബോ പ്രണയമാണോ സൗഹൃദമാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ശ്രീജുൻ എന്ന പേരിൽ ഒറ്റയ്ക്ക് മത്സരാർത്ഥിയായിരുന്നു അവർ. ബിഗ് ബോസ് ആയാൽ ലവ് കോംബോ വേണം എന്ന് ശഠിക്കുന്നവർക്ക് വേണ്ടി അവരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്ന് അതായിരുന്നു ശ്രീജുൻ. ബിഗ് ബോസിൽ എത്ര കോംബോ ഉണ്ടാക്കിയാലും അതിൻ്റെ ബെനിഫിറ്റ് ഒരാൾക്ക് മാത്രമായിരിക്കും. ഇത്രയും സീസൺ ഉണ്ടായിട്ടും ഈ ഭാഗ്യപരീക്ഷണത്തിന് എന്തിനു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. വ്യക്തിഗത മത്സരാർത്ഥികളായി തിളങ്ങാൻ അവസരമുണ്ടായിട്ടും അർജുനും ജാസ്മിനും വേണ്ടി ബലിയാടായവരാണ് ഗബ്രിയും ശ്രീധുവും. ശ്രീധുവിന് അറിയാമായിരുന്നു അർജുൻ ഫേക്കാണെന്ന്. എല്ലാം കൺട്രോൾ ചെയ്ത് ഫേക്ക് ചിരി ഫിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ശ്രീധു തെറ്റിദ്ധരിച്ചു. ഒരുപാട് ടാലൻ്റ് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഈ കോംബോ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിക്കാൻ നിന്ന് കൊടുത്തു. അവസാനം ടോപ്പ് 5 എന്ന സ്വപ്നത്തിന് തൊട്ടു മുൻപ് ശ്രീധു എവിക്റ്റായി. എല്ലാ സീസണിലും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കാറുള്ള കോംബോ പോലെയായിരുന്നു അർജുനും ശ്രീധുവും. ഇവരുടെ സൗഹൃദം ഒരു കണ്ടൻ്റാണോ എന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ വലിയ വികാരപ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. റൊമാൻറ്റിക് പാട്ടിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റീൽസ് വീഡിയോയായി പ്രചരിക്കുന്നതോടെയാണ് ഈ കോംബോ ഹിറ്റാവുന്നത്. അത്തരത്തിൽ ചില നിമിഷങ്ങൾ അർജുനും ശ്രീധുവും ചേർന്ന് സമ്മാനിച്ചിരുന്നു.